നമസ്കാരം. എൻ്റെ പേര് ഷിബു എസ് നായർ. സ്ഥലം കാഞ്ഞിരംകുളം. കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിയെയും നമ്മുടെ മുഴുവൻ മന്ത്രിമാരെയും കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്നു എന്നതിന് തെളിവാണ് നവകേരള ബസ് എന്ന ബസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ ബസ്സിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കണം. ഒരു മനുഷ്യർ ആ ബസ്സിൽ കയറുന്നില്ല. കാരണം അത്രമാത്രം കേരളത്തിലെ സാധാരണക്കാർ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വെറുക്കുന്നു എന്നതിനൊരു തെളിവാണിത്. ഇതിനെല്ലാത്തിനും കാരണം കോൺഗ്രസ്സാണ്. കോൺഗ്രസ്, എൻ്റെ കുഞ്ഞുകാലത്ത് കോൺഗ്രസ് എന്ന് ഞാൻ കേട്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ്, യൂത്തിൻ്റെ കോൺഗ്രസ്. സത്യത്തിൽ ഇതിനെല്ലാത്തിനും നമ്മുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് മുഴുവൻ കാരണം കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാരാണ്. എൻ്റെ എളിയ പ്രവർത്തകരല്ല, മുതിർന്ന നേതാക്കന്മാർ. കാരണം കഴിഞ്ഞ ഇലക്ഷന് നല്ലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിച്ചിരുന്നു എങ്കിൽ, ഇയാളാണ് മുഖ്യമന്ത്രി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇലക്ഷന് നിന്നിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമായിരുന്നു. പക്ഷേ കേരളത്തിലെ സാധാരണക്കാർക്ക് മനസ്സിലായി, കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് LDF വീണ്ടും അധികാരത്തിൽ വന്നത്. ഇതിന് കാരണം കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. സത്യത്തിൽ രമേശ് ചെന്നിത്തലയോട്, നിങ്ങൾ ഭാര്യയുമായിട്ട് വിദേശത്ത് പോയി അരനിക്കറിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കാണുവാനിടയായി. സത്യത്തിൽ നാണമുണ്ട് ചെന്നിത്തല സാറേ നിങ്ങൾക്ക്? അവിടെ അരനിക്കറും ഇവിടെ നാട്ടിൽ വന്ന് വെള്ളമുണ്ടും വെള്ള ഷർട്ടും. ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്കൊരു കാര്യം മനസ്സിലായി, ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങളെന്നല്ല, കോൺഗ്രസ്സിലെ മുതിർന്ന നേതാക്കന്മാർ മുഴുവൻ. ഇപ്പോൾ കോൺഗ്രസ്സിലൊരു UDF കൺവീനറുണ്ട്, വെറും കെട്ട തായോളി, MM ഹസൻ. കർണാടക സാറിൻ്റെ കാലത്തിരുന്ന തായോളിയാണ്. ഇന്ന് വരെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പിശക്കാർക്കൊരു 10 രൂപ പോലും കൊടുക്കാത്ത അഴുക്ക തായോളിയെ പിടിച്ചാണ് ഇപ്പോൾ UDFൻ്റെ കൺവീനറായിട്ടിരിക്കുന്നത്. അല്ല, എല്ലാ കോൺഗ്രസ്സിലെ നേതാക്കന്മാരുമാണ് ഇതിന് കാരണം നിങ്ങൾ അന്ന് നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത്രയും അതപ്പതിച്ച ഞങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റമില്ലാത്ത ഈ 5 വർഷത്തെ ഭരണത്തിന് മുഴുവൻ കാരണം കോൺഗ്രസ്സിലെ മുതിർന്ന നിങ്ങളെപ്പോലത്തെ നേതാക്കന്മാരാണ്. അതിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറിനോട്, സാർ, സത്യത്തിൽ നിങ്ങളുടെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്തു? കർണാടക സാറിൻ്റെ കുരുട്ടുബുദ്ധി എല്ലാം നിങ്ങൾക്കുണ്ട്, പക്ഷേ കർണാടക സാറിൻ്റെ നല്ലൊരു മനസ്സ് അത് നിങ്ങൾക്കില്ല ചെന്നിത്തല സാർ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഇത്രത്തോളം വെറുക്കില്ല. സത്യം, കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ UDF കൺവീനർ MM ഹസൻ. സത്യത്തിൽ ഈ തായോളി എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അതിന് യൂത്ത് കോൺഗ്രസ് അല്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ യൂത്ത് ഇവനെ എടുത്ത് കളയുമായിരുന്നു. ഇപ്പം വെറും കോൺഗ്രസ് ആക്കി മാറ്റി. എൻ്റെ കുഞ്ഞുകാലത്ത് യൂത്ത് കോൺഗ്രസ് ആയിരുന്നു, അങ്ങനെ പറയാൻ അഭിമാനമുണ്ടായി. ഇന്ന് കോൺഗ്രസ് എന്ന് പറയാൻ അഭിമാനമില്ല. കാരണം വെറും കേട്ട അഴുക്ക തായോളികൾ കിടന്ന് പണത്തിന് വേണ്ടി കിടന്ന് പിടിച്ചതാ ഇപ്പോൾ വീണ്ടും വിഷയങ്ങൾ. ഇത്രയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ അവസ്ഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും LDF വരും. കാരണം നിങ്ങളെ ഈ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നിൻ്റെയൊക്കെ ഈ അടങ്ങാത്ത ആഗ്രഹങ്ങളില്ലേ, ഇതെല്ലാം സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. സത്യത്തിൽ ഇതെല്ലാം കാണുന്ന ഒരാത്മാവുണ്ട്, കർണാടക സാർ. സത്യം, കർണാടക സാറിൻ്റെ കുരുട്ടുബുദ്ധി എല്ലാം ചെന്നിത്തല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ കർണാടക സാറിൻ്റെ നല്ലൊരു മനസ്സ് നിങ്ങൾക്കില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. അത് കർണാടക സാർ അന്ന് കരഞ്ഞ കണ്ണുനീരുണ്ട്. ആ കണ്ണുനീര് സത്യത്തിൽ കോൺഗ്രസിൻ്റെ നാശത്തിലേക്കേ പോകൂ, നന്മയിലേക്ക് പോവില്ല. ഇത് മനസ്സിൽ വച്ചാൽ നല്ലത്.